ഒരു രാജ്യം കണ്ടു തീർക്കാൻ എത്ര ദിവസമെടുക്കും? ആഴ്ചകളോ മാസങ്ങളോ വേണമെന്ന് ഉത്തരം നൽകാൻ വരട്ടെ. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നടന്നു തീർക്കാവുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിന്റെയോ മാത്രം വലിപ്പമുള്ള രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന വത്തിക്കാൻ മുതൽ സമുദ്രത്തിനടിയിൽ അപ്രത്യക്ഷമായേക്കാവുന്ന തൂവാലു വരെയുള്ള അത്തരം ചില രാജ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വത്തിക്കാൻ സിറ്റി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. വെറും 0.49 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വിസ്തീർണം. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, പ്രശസ്തമായ വത്തിക്കാൻ മ്യൂസിയം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. അര ദിവസം കൊണ്ട് ഈ രാജ്യം മുഴുവൻ നമുക്ക് കണ്ടു തീർക്കാം. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടെ കൂടുതലായും സഞ്ചാരികൾ എത്തുന്നത്. തിരക്ക് കുറഞ്ഞ സമയത്ത് പോകണമെങ്കിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കാം. മൊണാക്കോ വിസ്തീർണത്തിൽ വത്തിക്കാൻ സിറ്റി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് മൊണാക്കോ. ഏകദേശം 2 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വലിപ്പം. ഫ്രാൻസിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടങ്ങളിൽ ഒന്നാണ്. ശതകോടീശ്വരന്മാരുടെയും സൂപ്പർ കാറുകളുടെയും കേന്ദ്രമായി ഈ രാജ്യം നടന്നു തന്നെ കണ്ടു തീർക്കാം. ഇവിടുത്തെ ഫോർമുല 1 റേസിംഗ് ട്രാക്ക് ലോകപ്രശസ്തമാണ്. ലോകപ്രശസ്തമായ മോണ്ടെ കാർലോ കാസിനോ, മൊണാക്കോ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായ പ്രിൻസ് പാലസ്, കടലിനോട് ചേർന്ന് ഒരു പാറക്കെട്ടിന് മുകളിൽ നിർമ്മിച്ച ഓഷ്യാനോഗ്രാഫിക് മ്യൂസിയം, ലോകത്തിലെ ഏറ്റവും വില കൂടിയ യാട്ടുകൾ നങ്കൂരമിട്ടിരിക്കുന്ന ഹെർക്കുലിസ് തുറമുഖം എന്നിവയെല്ലാം തന്നെ കാണേണ്ട കാഴ്ചകളാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന സൗജന്യ പബ്ലിക് ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിൽ ഒന്നാണിത്. ഹോട്ടലുകൾക്കും ഭക്ഷണത്തിനും വലിയ തുക തന്നെ നൽകേണ്ടി വരും. അതിനാൽ റോമിലോ ഫ്രാൻസിലോ നീസിലോ താമസിച്ച് ഒരു ദിവസം കൊണ്ട് മൊണാക്കോ കണ്ടുമടങ്ങുന്നതാണ് ബജറ്റ് ട്രാവലേഴ്സിന് നല്ലത്. സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ റിപ്പബ്ലിക് എന്ന ഖ്യാതിയുള്ള രാജ്യമാണ് സാൻ മരീനോ. ഇറ്റലിയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൊച്ചു രാജ്യത്തിന് ഏകദേശം 61 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണം. ലോകത്തിലെ 5ാമത്തെ ചെറിയ രാജ്യമാണിത്. ടൈറ്റാനോ പർവ്വതത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം കോട്ടകൾക്കും പുരാതനമായ തെരുവുകൾക്കും പ്രശസ്തമാണ്. സാൻ മരീനോയുടെ അടയാളമായ 3 ടവേഴ്സും നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ലിബർട്ടാ സ്ക്വയറും മ്യൂസിയങ്ങളുമെല്ലാം ഇവിടെ സന്ദർശിക്കാം. ഷോപ്പിംഗ് പ്രിയർക്ക് സാൻ മരീനോ ഒരു സ്വർഗമാണ്. ഇവിടെ നികുതി കുറവായതുകൊണ്ട് ഇറ്റലിയേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. സാൻ മരീനോയിൽ സ്വന്തമായി വിമാനത്താവളമോ റെയിൽവേ സ്റ്റേഷനോ ഇല്ല. ഇറ്റലിയിലെ റിമിനി നഗരത്തിൽ താമസിച്ച് ഒരു ദിവസം കൊണ്ട് സാൻ മരീനോ കണ്ടുമടങ്ങുന്നതാണ് മിക്ക സഞ്ചാരികളും ചെയ്യുന്നത്. ലിച്ചൻസ്റ്റൈൻ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ ആൽപ്സ് മലനിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. വെറും 160 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ലിച്ചൻസ്റ്റൈൻ ലോകത്തിലെ ഏറ്റവും ചെറിയ 6ാമത്തെ രാജ്യമാണ്. രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായ വാഡൂസ് കോട്ട, മനോഹരമായ ചെറിയ വീടുകളും പള്ളികളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ ട്രൈസൻബർഗ് ഗ്രാമം, അപൂർവമായ തപാൽ സ്റ്റാമ്പുകൾക്ക് പ്രസിദ്ധമായ സ്റ്റാമ്പ് മ്യൂസിയം, സ്കീയിങ്ങിനും ഹൈക്കിങ്ങിനുമെല്ലാം പ്രശസ്തമായ മാൽബൺ തുടങ്ങിയവയെല്ലാം ഇവിടെ സന്ദർശിക്കേണ്ട ഇടങ്ങളാണ്. ലിച്ചൻസ്റ്റൈനിൽ സ്വന്തമായി വിമാനത്താവളമില്ല. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളം. അവിടെ നിന്ന് ട്രെയിൻ മാർഗം സ്വിസ് അതിർത്തി നഗരമായ സാർഗൺസ് അല്ലെങ്കിൽ ബുട്സ് വരെ എത്തി അവിടെ നിന്ന് ബസ് മാർഗം തലസ്ഥാനമായ വാഡൂസിലേക്ക് പ്രവേശിക്കാം. മാൾട്ട മെഡിറ്ററേനിയൻ കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന അതീവ സുന്ദരമായ ഒരു ദ്വീപ് രാജ്യമാണ് മാൾട്ട. യൂറോപ്പിലെ ഒരു ദ്വീപ് രാജ്യമാണെങ്കിലും മാൾട്ടയ്ക്ക് ചരിത്രപരമായ വളരെയധികം പ്രാധാന്യമുണ്ട്. മാൾട്ടയുടെ തലസ്ഥാന നഗരമായ വാലറ്റ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നഗരമാണ്. കണ്ണാടി പോലെ തെളിഞ്ഞ നീല നിറത്തിലുള്ള വെള്ളവും വെളുത്ത മണൽത്തീരവുമുള്ള ബ്ലൂ ലഗൂൺ സ്നോർക്കലിംഗിനും നീന്തലിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ലോകപ്രശസ്തമായ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ പല ഭാഗങ്ങളും ചിത്രീകരിച്ച എംഡിന നഗരവും ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ പഴക്കമുള്ള പുരാതനമായ ജിഗന്തിജ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്ന ഗോസോ ദ്വീപുമെല്ലാം സന്ദർശിക്കേണ്ടതാണ്. വർഷത്തിൽ 300 ദിവസവും സൂര്യപ്രകാശം ലഭിക്കുന്ന രാജ്യമാണ് മാൾട്ട. അതിനാൽ ഏതു സമയത്തും സന്ദർശിക്കാം. എങ്കിലും വസന്തകാലവും ശരത്കാലവുമാണ് ഏറ്റവും അനുയോജ്യം. മാൾട്ടയിൽ സ്വന്തമായി രാജ്യാന്തര വിമാനത്താവളമുണ്ട്.
യൂറോപ്പിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിൽ നിന്നും ഇവിടേക്ക് നേരിട്ട് വിമാന സർവീസുകളുണ്ട്. തുവാലു നൗറു. പസഫിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വിനോദസഞ്ചാരികൾ വളരെ കുറച്ച് മാത്രം എത്തുന്ന രണ്ട് കുഞ്ഞു രാജ്യങ്ങളാണ് തുവാലുവും നൗറുവും. വലിപ്പത്തിൽ ലോകത്തിലെ 4-3 സ്ഥാനങ്ങളിലുള്ള ചെറിയ രാജ്യങ്ങളാണിവ. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ കുറഞ്ഞ ഉയരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന തുവാലു ആഗോളതാപനം മൂലം ഭാവിയിൽ കടലിനടിയിലാകാൻ ഏറ്റവും സാധ്യതയുള്ള ഇടമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 26 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണം. ഇവിടുത്തെ പ്രധാന വിമാനത്താവളത്തിന്റെ റൺവേ വിമാനമില്ലാത്ത സമയങ്ങളിൽ നാട്ടുകാർ ഫുട്ബോൾ കളിക്കാനും വൈകുന്നേരങ്ങളിൽ നടക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ലോകത്ത് മറ്റെവിടെയും കാണാത്ത ഒരു കാഴ്ചയാണ്. ഇവിടേക്ക് എത്തുക എന്നത് അല്പം ചെലവേറിയ കാര്യമാണ്. ഫിജിയിൽ നിന്ന് മാത്രമാണ് നിലവിൽ ഇവിടേക്ക് വിമാന സർവീസുകൾ ഉള്ളത്. വത്തിക്കാനും മൊണാക്കോയും കഴിഞ്ഞാൽ വിസ്തീർണത്തിൽ ലോകത്തിലെ 3ാമത്തെ ചെറിയ രാജ്യമാണ് നൗറു. വെറും 21 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ രാജ്യത്തിന്റെ വലിപ്പം. ഒരു കാലത്ത് ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. നൗറുവിനു ചുറ്റുമുള്ള റോഡിലൂടെ നടന്നാൽ ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് ഒരു രാജ്യം മുഴുവൻ കണ്ടു തീർക്കാം. അനിബാരെ ബേ എന്ന കടൽ തീരമാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം. കൂടാതെ ഖനനം നടന്ന ഇടങ്ങളിലെ വിചിത്രമായ പാറക്കെട്ടുകളും കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ട്രാവൽ മാക്സ് മലയാളം.